3 BHK ഒരു നൊസ്റ്റാൾജിക് കാസ്റ്റിംഗ് ഒക്കെ ഈ സിനിമയിലുണ്ട്. ശരത് കുമാർ, ദേവയാനി പ്ലസ് സിദ്ധാർത്ഥ് ഉണ്ട്. പിന്നെ നമ്മളെ ഗുഡ് നൈറ്റ് സിനിമയിലെ ഹീറോയിൻ ഉണ്ട്. അതേപോലെ തന്നെ സപ്ത സാഗർത്തേച്ചെ യെല്ലോ സൈഡ് ബി എന്ന് പറഞ്ഞിട്ടൊരു കന്നഡ പടമല്ലേ, അതിലെ സൈഡ് ബിയിലെ ആ ഗേളും ഉണ്ട് ഈ സിനിമയിൽ. രണ്ടാളെ പെർഫോമൻസും കിട്ടില്ലായിരുന്നു. മീൻസ് രണ്ടാളെന്നല്ല, മൊത്തത്തിൽ പടത്തിൽ അഭിനയിച്ച എല്ലാവരും. അതിലും ശരത് കുമാറിൻ്റെ പെർഫോമൻസ് ഒക്കെ ഗോട്ടെന്ന് വേണേൽ പറയാം. അത്രയും നല്ല ക്ലീൻ നീറ്റ് പെർഫോമൻസ് ആയിരുന്നു. സിദ്ധാർത്ഥ് ആസ് യൂഷ്വൽ ആ ക്യാരക്ടറിന് എന്ത് വേണോ ആ വൃത്തിയിൽ തന്നിട്ടുണ്ട്. ആൻഡ് പടത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു ചെറിയ സ്റ്റോറിയാണ്. ഒരു ഫാമിലിക്ക് സ്വന്തമായിട്ട് വീട് വാങ്ങണം. അപ്പോൾ ആ വീട് വാങ്ങണതിൻ്റെ ഇടയ്ക്കുള്ള സ്ട്രഗിൾസ് ഉണ്ടാവുമല്ലോ, അതാണ് ഈ മൂവി. ആൻഡ് നല്ല രീതിയിൽ അത് എടുത്തു വെച്ചിട്ടുണ്ട്. എവിടെയും നമുക്കൊരു ഫ്ലോ ആയിട്ടൊന്നും തോന്നില്ല. പിന്നെ ഇത് ആക്ഷൻ ലവേഴ്സ് ഒക്കെ ആണെങ്കിൽ ഈ സിനിമയ്ക്കൊന്നും കയറരുത്. സിനിമ കുറച്ച് സ്ലോ പേസ്ഡ് ആയിട്ട് ഇങ്ങനെ മെല്ലെ പോകുള്ളൂ. അപ്പോൾ അങ്ങനത്തെ സിനിമയൊന്നും പ്രശ്നമല്ല. നല്ലൊരു ഡ്രാമ, ഒരു ഫാമിലി ഡ്രാമ നിങ്ങൾക്ക് കാണണമെങ്കിൽ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കുക. കാരണം ഒന്നാമത് ഞാൻ പോയ തിയേറ്ററിൽ ഈ സിനിമയ്ക്ക് ഷോസ് ഇല്ലായിരുന്നു. ഷോസ് ക്ലോസ് ചെയ്ത ആളില്ലായിട്ട്. പിന്നെ വേറൊരു തിയേറ്ററിൽ പോയപ്പോൾ അവിടെയും ആൾ കുറവായിരുന്നു. പക്ഷേ 10-12 ആൾക്കാരെ വെച്ച് അവർ ഷോ ഇട്ടു. അങ്ങനെയാണ് ഞാൻ ഈ സിനിമ കാണുന്നത്. ആൻഡ് ഈ സിനിമ ഇന്നാണ് ഇറങ്ങിയത്. മേ ബി അതുകൊണ്ടായിരിക്കാം. ഈ സിനിമ കിടിലം പടമാണ്. നിങ്ങൾക്ക് ഫാമിലി ഡ്രാമ അങ്ങനത്തെ ഇതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ ഫാമിലി ആയിട്ട് ടിക്കറ്റ് എടുക്കാൻ പറ്റിയ ഒരു കിടിലം പടമാണ് ഈ 3 BHK എന്ന് പറയുന്നത്. എൻ്റെ ഒപ്പീനിയൻ ഇതാണ്. ആൻഡ് മൂവി വാസ് കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു സ്ലോ പേസ്ഡ് ആയിട്ടുള്ള സിനിമയാണ്. ആ ഒരു മൂഡിൽ പോയത്. ഒരു ഫാമിലി എൻ്റർടൈനറാണ് ഈ സിനിമ. ആൻഡ് കണ്ടവരുണ്ടെങ്കിൽ നിങ്ങൾ ഒപ്പീനിയൻസ് കമൻറ്റിൽ അറിയിക്കുക. ആൻഡ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തതുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.